AWSന്റെ CodeStar എന്ന് പറഞ്ഞൊരു സർവീസിനെ കുറിച്ചാണ് നമുക്ക് നെക്സ്റ്റ് നോക്കി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ CodeStar എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരുന്നതെല്ലാം തന്നെ നമുക്ക് എത്രയും ഫാസ്റ്റായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ട് അത് റിലീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്യാം എന്നുള്ള ആ ഒരു വർക്ക് ഫ്ലോ എങ്ങനെയൊക്കെ നമുക്ക് ഈസിയാക്കി അത് ചെയ്തെടുക്കാം, ഡെവലപ്പേഴ്സിനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നവർക്കും എല്ലാം. അപ്പോൾ അതിന് ആവശ്യമായിട്ട് AWS എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു മെയിനായിട്ട് CI/CD കോൺസെപ്റ്റിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ലാസ്റ്റായിട്ട് നമുക്ക് CodeStar എന്നൊരു സർവീസും കൂടെ പഠിച്ചാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഈ CodeStar പോലുള്ള ഇനിയും സർവീസസ് AWS കൊണ്ടുവരാം. കാരണം ഏതൊക്കെ രീതിയിൽ ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ റിലീസ് പ്രോസസ്സ് എളുപ്പമാക്കാം, ഫാസ്റ്റ് ആക്കാം എന്നുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ പറഞ്ഞ ഒരു ഡെവോപ്സ് സൈഡിൽ AWS പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പറ്റിയ സർവീസസാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഉള്ള സർവീസസ് പലതും റെഗുലർലി അപ്ഡേഷൻസ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ സർവീസസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളതിൽ നമുക്ക് CodeStar എന്ന് പറഞ്ഞൊരു സർവീസും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവർവ്യൂ മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. കാരണം ഇത് ഓൾറെഡി ഉള്ള നമ്മൾ പഠിച്ച സർവീസസ്, അതായത് കോഡ് കമ്മിറ്റ് ഉണ്ട്, കോഡ് ബിൽഡ് ഉണ്ട്, കോഡ് ഡിപ്ലോയ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചേർന്ന് വരുന്ന, നമുക്കിതെല്ലാം ചേർന്ന് ഉണ്ട് നമുക്ക് എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻറ്റഗ്രേറ്റഡ് എൻവയോൺമെൻറ്റ് എത്രയും എളുപ്പമായിട്ട് സെറ്റപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതിനൊരു പ്രൊവിഷൻ ചെയ്തെടുക്കാം എന്നുള്ളതിന് ഒരു എളുപ്പ വഴി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ് CodeStar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിത് ജസ്റ്റ് അതിൻ്റെ ഒരു ഓവർവ്യൂ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് എക്സാം വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനും ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാവുന്ന ഒരു സർവീസ് മാത്രമാണ് ഇത്, സിമ്പിളായിട്ടുള്ള. ഓക്കെ, നമുക്ക് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ ബേസിക്സ് ഒന്ന് നോക്കി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ AWS CodeStar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒന്ന് മെൻഷൻ ചെയ്തതുപോലെ ഇത് ക്വിക്ക്ലി നമുക്ക് പെട്ടെന്ന് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻറ്റഗ്രേറ്റഡ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആപ്ലിക്കേഷൻസ് എഡിറ്റ് ചെയ്യാൻ നമ്മളൊരു ID സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ID നമുക്ക് ഇതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻസിൻ്റെ റിസോഴ്സസ് മോണിറ്റർ ചെയ്യാനുള്ള സംഭവങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കിട്ടും. അതുപോലെ നമുക്ക് ബഗ്സോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനുള്ള സംഭവങ്ങൾ എളുപ്പമായി കിട്ടും. ഇഷ്യൂ ട്രാക്കിംഗ് മെക്കാനിസം, ജിറ പോലുള്ള സോഫ്റ്റ്വെയർസ് നമുക്കതിൽ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് കിട്ടും. നമുക്ക് ടീം മെമ്പേഴ്സിന് നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതിന് പകരം ഈ CodeStar ഇതെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഇൻ്റർഫേസിൽ നിന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പെട്ടെന്ന് നമുക്കൊരു എളുപ്പമാക്കി തരും. നമുക്കൊരു ഡെവലപ്പറിന് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റ് പെട്ടെന്ന് നമുക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു CodeStar യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ CodeStarൻ്റെ ഡോക്യുമെൻറ്റേഷന് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പോകുന്നില്ല, ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അതിൽ എങ്ങനെയാണ് നമുക്കൊരു പ്രോജക്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന്, പെട്ടെന്ന് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ CodeStar എന്ന് പറഞ്ഞൊരു സർവീസ് എടുക്കുക. അപ്പോൾ അതിലെടുക്കുമ്പോൾ ഫസ്റ്റ് ക്രിയേറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ക്രിയേറ്റ് പ്രോജക്റ്റ് എടുക്കുക. അപ്പോൾ അതിൽ നമുക്കിങ്ങനെ ടെംപ്ലേറ്റ് വൈസായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതാണ് പറഞ്ഞത്, ഇതിൽ ക്വിക്ക്ലി നമുക്ക് പെട്ടെന്നൊരു ആപ്ലിക്കേഷൻ, ഏത് ആപ്ലിക്കേഷനാണോ ഏത് ലാംഗ്വേജിലുള്ള ആപ്ലിക്കേഷനാണോ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. ബാക്കി അതിൻ്റെ ഫ്രെയിംവർക്കും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് തരും. ഫ്രെയിംവർക്ക് മാത്രമല്ല, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു എക്സാമ്പിൾ. അതായത് ഫസ്റ്റ് നമുക്കിങ്ങനെ എടുക്കുമ്പോൾ ഒരു ക്രിയേറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. പിന്നീട് നമുക്കതിൽ എങ്ങോട്ടാണ് ഡിപ്ലോയ് ചെയ്യേണ്ടത്, ഏതൊരു AWS സർവീസിലോട്ടാണ്. അപ്പോൾ മെയിനായിട്ട് ഒന്നിൽ നമുക്ക് ഇലാസ്റ്റിക് ബീൻ സ്റ്റോക്കിലോട്ട് ഡിപ്ലോയ് ചെയ്യുന്നു, അത് സെലക്ട് ചെയ്താൽ അങ്ങോട്ട് ഡിപ്ലോയ് ചെയ്യും. അല്ലെങ്കിൽ EC2 ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ EC2 ആണെങ്കിൽ ഒരു EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ടായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷന് ഡിപ്ലോയ് ആയി വരുന്നത്. അല്ലെങ്കിൽ ലാംഡയിലോട്ടാണെങ്കിൽ അങ്ങനെ. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു EC2 നമുക്ക് സെലക്ട് ചെയ്യാം. EC2 സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്കിപ്പം ഒരു എക്സാമ്പിൾ, ഒരുപാട് ടൈപ്പ് ടെംപ്ലേറ്റ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇപ്പോൾ HTML പ്ലെയിൻ HTML ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ Node.js വേണമെങ്കിൽ അങ്ങനെ, ജാവ സ്പ്രിംഗ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ അങ്ങനെ, പിന്നെ ഒരുപാട് സെറ്റ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം HTML ഒരു ബേസിക് ആയിട്ടൊരു HTML ആപ്ലിക്കേഷന് ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു. നമുക്കൊരു പ്രോജക്റ്റ് നെയിം കൊടുക്കാം. നമുക്ക് CodeStar പ്രോജക്റ്റ് എന്നും പറഞ്ഞ് ഞാൻ കൊടുത്തു, ന്യൂ എന്നും പറഞ്ഞ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ റെപ്പോസിറ്ററി ചൂസ് ചെയ്യണം. അതായത് നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഫയൽസ് നമ്മൾ കീപ്പ് ചെയ്യുന്ന എവിടെയാണെന്ന്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ നമ്മുടെ AWSൻ്റെ തന്നെ കോഡ് കമ്മിറ്റ് നമ്മൾ പഠിച്ചതാണ്, അത് തന്നെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ തന്നെ ആ കോഡ് കമ്മിറ്റിനകത്ത് ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് നമ്മുടെ ഈ HTMLൻ്റെ ഫയൽസ് കീപ്പ് ചെയ്യും, സൂക്ഷിക്കും. അല്ലെങ്കിൽ നമുക്ക് GitHub ഉണ്ടെങ്കിൽ GitHubലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഓക്കെ, അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് നമുക്കിനി നമ്മളിപ്പം EC2 ഡിപ്ലോയ് ചെയ്യാനാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ EC2 ഇൻസ്റ്റൻസിൻ്റെ ടൈപ്പ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കാം. നമുക്ക് T2 മൈക്രോ മതി ഇപ്പോൾ എക്സാമ്പിളിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് VPC, നമുക്കിപ്പോൾ ഒരു ഡിഫോൾട്ട് VPC മാത്രമേ ഉള്ളൂ. പിന്നീട് ഏതെങ്കിലും ഒരു സബ്നെറ്റ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാം അതിലൂടെ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് EC2 പുതുതായിട്ട് ക്രിയേറ്റ് ആയി വരുന്ന EC2 നമുക്കൊരു ഓൾറെഡി നമ്മുടെ കയ്യിൽ എക്സിസ്റ്റിംഗ് ഈ അക്കൗണ്ടിലുള്ള ഒരു കീ പെയർ ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇപ്പോൾ HTML ഒരു ടെംപ്ലേറ്റാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ ആ ഒരു ബേസിക് HTML പ്രോജക്റ്റ് ഇതിലോട്ട് ഈ ഒരു EC2 ഇൻസ്റ്റൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് ബാക്കി എൻവയോൺമെൻറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അതിലോട്ട് ഡിപ്ലോയ് ആയി കിട്ടും. പിന്നീട് നമുക്ക് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാം ആപ്ലിക്കേഷൻ, HTML ആപ്ലിക്കേഷൻ. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. നമുക്കിപ്പോൾ നെക്സ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചൂസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രീഫ് കാണിക്കുക ഇവിടെ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഓക്കെ ആണെങ്കിൽ ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക. To create project bucket pipeline is required but it already exists in your account. Delete the bucket and try again. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി മുമ്പ് എക്സാമ്പിൾ ചെയ്ത് നോക്കിയപ്പോൾ ആ ഒരു ബക്കറ്റ് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇപ്പോൾ ഇങ്ങോട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുകയാണ് ഈ ഒരു സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു സെയിം പേരിലുള്ള ബക്കറ്റ് ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് ഞാൻ മുമ്പ് എക്സാമ്പിൾ ട്രൈ ചെയ്തപ്പോൾ ക്രിയേറ്റ് ആയതാണ്. അപ്പോൾ ഞാൻ ആ ബക്കറ്റ് S3 നിന്നെടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടെ ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുത്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ പ്രോജക്റ്റ് ക്രിയേഷൻ സ്റ്റാർട്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് പ്രോജക്റ്റ് പ്രൊവിഷനിങ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇവർ ഡെവലപ്പ് വിത്ത് AWS Cloud9. അപ്പം Cloud9 എന്ന് പറഞ്ഞാൽ AWSൻ്റെ തന്നെ നേറ്റീവായിട്ടുള്ള IDE ആണ്. അപ്പോൾ അത് ആദ്യം സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓരോന്നായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രോജക്റ്റ് വെയിറ്റിംഗ് ഫോർ പ്രോജക്റ്റ് ടു പ്രൊവിഷൻ, അത് കഴിഞ്ഞിട്ട് വെയിറ്റിംഗ് ഫോർ 2 സ്റ്റെപ്പ് പിന്നെയും കിടപ്പുണ്ട്, പ്രോജക്റ്റ് റിസോഴ്സസും പിന്നെ പ്രോജക്റ്റ് ആക്ടിവിറ്റിയും. അപ്പോൾ നമുക്കിതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇനി വീഡിയോ റെസ്യൂം ചെയ്യാം. ഓക്കെ, ഇവിടെ IDEയുടെ സെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് IDE നമുക്ക് വേണമെങ്കിൽ നമുക്കിവിടെ സെറ്റപ്പ് ചെയ്യണം നമ്മൾ ഇനി. അതായത് AWSൻ്റെ Cloud9 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ജസ്റ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും IDEs ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്കിവിടെ ചെയ്യാം. അതുപോലെ പിന്നീട് നമുക്ക് ഇപ്പോൾ ജിറ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, ട്രാക്ക് ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഇവിടെ സെറ്റപ്പ് ചെയ്യാം. അതുപോലെ നമുക്ക് പ്രോജക്റ്റ് മെമ്പേഴ്സിന് നമ്മുടെ ടീമിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആഡ് ടീം മെമ്പേഴ്സ് എടുത്തിട്ട് നമുക്കിവിടെ IAM യൂസേഴ്സ്, ഒന്നിലും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള IAM യൂസേഴ്സിന് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പുതിയ IAM യൂസേഴ്സിന് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ആഡ് ചെയ്യാം നമ്മുടെ ടീം മെമ്പേഴ്സിൽ. അപ്പോൾ ഇതിനുള്ള എല്ലാ ഓപ്ഷൻസ് ഇവിടെ CodeStar ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അല്ലാതെ മാനുവലി പോയി പ്രത്യേകം ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ പ്രോജക്റ്റ് റിസോഴ്സസ് എന്നുള്ള ഇവിടെ നമ്മൾ പ്രോജക്റ്റ് പ്രൊവിഷനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിന് മുമ്പ് ഞാൻ ഇതും കൂടെ കാണിച്ചു തരാം. അതായത് പ്രോജക്റ്റ് റിസോഴ്സസ് എന്നുള്ളത്, നമുക്ക് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആ ഒരു എക്സാമ്പിൾ ആ ഒരു ടെംപ്ലേറ്റ് ആണ് HTMLൻ്റെ, നമ്മൾ അതാണല്ലോ ചൂസ് ചെയ്തത്. അപ്പോൾ അത് ഇവർ കീപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലൊക്കേഷനിലാണ്, കോഡ് കമ്മിറ്റിൽ തന്നെയുള്ള പുതിയൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തിട്ട്. അതായത് നമുക്കിപ്പോൾ ഇവിടെ ഞാൻ എടുത്ത് കാണിച്ചിരുന്നത്, അതായത് റെപ്പോസിറ്ററീസ് നമുക്ക് ആദ്യം ഒന്നുണ്ടായിരുന്നു, മൈ വെബ്സൈറ്റ് എന്ന് പറയും. നമ്മൾ മുമ്പുള്ള എക്സാമ്പിൾസ് എല്ലാം ചെയ്തപ്പോൾ നമ്മളൊരു സാമ്പിൾ വെബ്സൈറ്റ് ഫയൽസ് ഇട്ടിരുന്ന റെപ്പോസിറ്ററി അവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ CodeStar പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊവിഷൻ ചെയ്ത ഒരു റെപ്പോസിറ്ററിയാണ് ഇത്. CodeStar പ്രോജക്റ്റ് ന്യൂ നമ്മൾ ആ കൊടുത്ത പേരിൽ ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തു. അതിനകത്താണ് ഇവരുടെ ആ ഒരു ടെംപ്ലേറ്റ് HTML സ്റ്റാറ്റിക് വെബ്സൈറ്റിൻ്റെ ഫയൽസ് കൊണ്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ template.yml എന്നും പറഞ്ഞൊരു ഫയലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ CodeStarൻ്റെ കോൺഫിഗറേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് ഫയൽ, YAML ഫോർമാറ്റിലുള്ള ഫയൽ. അപ്പോൾ ഇതിലാണ് ആ ഒരു IP അഡ്രസ്സ് കണ്ടില്ലേ, ഇപ്പോൾ പോർട്ട്, ഫ്രം പോർട്ട്, ടു പോർട്ടൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എക്സ്പോസ് ചെയ്യേണ്ട പോർട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ CodeStarൻ്റെ ഡോക്യുമെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ, അതായത് CodeStarൽ എന്തെങ്കിലും ഫൈൻ ട്യൂണായിട്ട് അവിടെ ചെയ്യണമെങ്കിൽ, എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ടെംപ്ലേറ്റ് ഫയലാണ് എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഡോക്യുമെൻറ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ടെംപ്ലേറ്റ് ഉണ്ട്, template.yaml ഫയലാണ് ഇവിടെ എഡിറ്റ് ചെയ്യേണ്ടത്. അതിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റും, കൂടുതലായിട്ട് ഇതിൽ എഡിഷൻസ് വരുത്തണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ ഇതിനകത്ത് ആ റെപ്പോസിറ്ററിക്കകത്ത് നമ്മൾ മുമ്പത്തെ പോലെ കണ്ടുപോലെ തന്നെ അതിനൊരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള YAML ഫയലുണ്ട്. പിന്നെ ഇതിനൊരു സ്ക്രിപ്റ്റ്സ് ഫോൾഡർ ഉണ്ട്. സ്ക്രിപ്റ്റ് ഫോൾഡറിൽ നമ്മൾ മുമ്പ് കോഡ് ഡിപ്ലോയ് ഒക്കെ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത് പോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് സ്ക്രിപ്റ്റ്സ് ഇവിടെ ഉണ്ട്. സ്റ്റാർട്ട് സെർവർ, സ്റ്റോപ്പ് സെർവർ എന്നുള്ള പറഞ്ഞിട്ടുള്ള കുറച്ച് സ്ക്രിപ്റ്റ്സ് ഉണ്ട്. ഓക്കെ, എക്സ്പ്ലെയിനേഷൻ നിങ്ങൾക്ക് പിന്നീട് നോക്കണമെന്നുണ്ടെങ്കിൽ അത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് മാനുവലി ഓപ്പൺ ചെയ്ത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ CodeStar ഇപ്പം ഡിപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിവിടെ 2 ടാബ്സ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കതിൽ IDE എന്ന് പറഞ്ഞ ടാബിലാണ് നമുക്ക് ക്രിയേറ്റ് എൻവയോൺമെൻറ്റ് നമുക്ക് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ വന്നിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്.
റെപ്പോസിറ്ററിയിലാണ് നമ്മൾ ഇപ്പോൾ കണ്ട കോഡ് കമ്മിറ്റ് ഈ കാര്യങ്ങൾ റെപ്പോസിറ്ററിയൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും. അത് കഴിഞ്ഞിട്ട് പൈപ്പ് ലൈൻ്റെ ഡീറ്റെയിൽസ്, അതായത് പൈപ്പ് ലൈൻ എടുക്കുമ്പോൾ നമ്മുടെ കോഡ് പൈപ്പ് ലൈൻ ചെയ്ത സെയിം സംഭവം തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഏത് ടൈപ്പ് ഓഫ് പൈപ്പ് ലൈനാണിത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. ഒന്ന് സോഴ്സ്, ഇതിപ്പോൾ കോഡ് കമ്മിറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ബിൽഡ് സ്റ്റേജ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഡിപ്ലോയ് സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഡിപ്ലോയ് ഇത് ചെയ്യുന്നത് ക്ലൗഡ് ഫോർമേഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പൈപ്പ് ലൈൻ കാണുമ്പോൾ മനസ്സിലാവും അതിൽ എന്തൊക്കെ സ്റ്റേജസ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് എനിക്കിപ്പം നോക്കി ഞാൻ പറഞ്ഞത്. അതായത് കണ്ടില്ലേ, ഫസ്റ്റ് ഇപ്പോൾ കോഡ് ആപ്ലിക്കേഷൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ കോഡ് കമ്മിറ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു കോഡ് കമ്മിറ്റിൽ പോയിട്ട് ആ റെപ്പോസിറ്ററി ക്രിയേറ്റ് ആയി വന്നത്. അപ്പോൾ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ബിൽഡ് സ്റ്റേജാണ്, അതിന് കോഡ് ബിൽഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കോഡ് ബിൽഡ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ അതിൻ്റെ ഒരു കോഡ് ബിൽഡ് പ്രോജക്റ്റ് ഇപ്പോൾ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. അതും കൂടെ കണ്ടില്ലേ, അതിൻ്റെ ഒരു കോഡ് ബിൽഡ് പ്രോജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ കോഡ് ബിൽഡ് സർവീസ് എടുത്ത് നോക്കിയാലും മതി, ഇവിടെ നിന്ന് എടുക്കാതെ. ഓക്കെ, പിന്നീട് അത് കഴിഞ്ഞിട്ട് ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുന്നത് ക്ലൗഡ് ഫോർമേഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ക്ലൗഡ് ഫോർമേഷൻ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇവിടുന്ന് അല്ലാതെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുമോ? അത് ക്ലൗഡ് ഫോർമേഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പം ക്ലൗഡ് ഫോർമേഷൻ ഇപ്പോൾ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഇതാണ് AWS CodeStar പ്രോജക്റ്റ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ CodeStar പ്രൊവിഷൻ ചെയ്തതാണ് ഡിപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാക്ക്, അതായത് ക്ലൗഡ് ഫോർമേഷനിലെ സ്റ്റാക്കാണ് ഈ കാണിക്കുന്നത്. അത് ക്രിയേഷൻ ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ അത് ഡിപ്ലോയ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് അവിടെ കഴിയാത്തത്. അപ്പോൾ അത് ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തന്നെ ചേഞ്ച് സെറ്റാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ക്ലൗഡ് ഫോർമേഷൻ്റെ ചേഞ്ച് സെറ്റും കഴിഞ്ഞിട്ട് മാത്രമേ ഡിപ്ലോയ്മെൻറ്റ് ഫിനിഷ് ആവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു നമുക്കൊരു പൈപ്പ് ലൈൻ ഡീറ്റെയിൽസ് നമുക്കിവിടെ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞ ടാബ് എടുത്തിട്ട് ഇവിടെ കാണാൻ സാധിക്കും. പിന്നീട് വരുന്നത് മോണിറ്ററിംഗ് ആണ്, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മെട്രിക്സ് എല്ലാം മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് നമുക്കിപ്പം EC2-ലെല്ലാം നമ്മൾ ചെയ്യാവുന്നതാണ് ഇൻഡിവിജ്വലി എടുത്തിട്ട് നമുക്ക്. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ CodeStar എന്ന് പറഞ്ഞൊരു സർവീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് ഡിപ്ലോയ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഒരുമിച്ച് ഒരു ഡാഷ്ബോർഡിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സർവീസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഓർവിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഇപ്പോൾ ഡിപ്ലോയ് കണ്ടോ, പ്രോജക്റ്റ് ആക്ടിവിറ്റി ഇപ്പം അത് കഴിഞ്ഞു, ഡിപ്ലോയ്മെൻറ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഇപ്പോൾ ഡിപ്ലോയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണെന്ന് നമുക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ CPU യൂട്ടിലൈസേഷനും അങ്ങനത്തെ ഇതെല്ലാം വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇപ്പം ഡിപ്ലോയ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു കൊടുത്തത് EC2-ലോട്ടാണ് നമ്മൾ ഡിപ്ലോയ് ചെയ്യാൻ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ EC2 ഒന്ന് നമുക്ക് എടുത്തു നോക്കാം. പുതുതായിട്ടൊരു EC2 സെർവർ അവിടെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആയി വരേണ്ടതാണ്. നമുക്കൊന്ന് എടുത്തു നോക്കാം. ഓക്കെ, ഇപ്പോൾ 2 എണ്ണം കാണിക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ ആദ്യത്തെ എക്സാമ്പിളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരെണ്ണം ഉണ്ടായിരുന്നത് വെബ് സെർവർ എന്നും പറഞ്ഞിട്ട്, പിന്നീട് ഒന്നുകൂടെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ CodeStar പ്രോജക്റ്റ് നമ്മുടെ ആപ്ലിക്കേഷന് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത EC2 ഇൻസ്റ്റൻസ് ആണ് ഇത്. അപ്പോൾ ഇതിൽ നമുക്ക് ആ ഒരു സാമ്പിൾ വെബ് ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതെടുത്തിട്ട് നമുക്ക് അതിൻ്റെ പബ്ലിക് IP അഡ്രസ്സ് അതിലോട്ടായിരിക്കും അത് എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഒന്ന് ബ്രൗസറിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സക്സസ്ഫുള്ളി അത് ഡിപ്ലോയ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് ആ ഒരു HTML ആപ്ലിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു CodeStar എന്ന് പറഞ്ഞ ഒരു സർവീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ അങ്ങനെ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. പിന്നീട് ആ പ്രോജക്റ്റ് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ IDE സെറ്റപ്പ് ചെയ്യാം. ഒന്നൊരു Cloud9 തന്നെ സെറ്റപ്പ് ചെയ്തെടുക്കാം, AWSൻ്റെ, അല്ലെങ്കിൽ മറ്റ് അതർ IDEs നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം ഇതിൽ. പിന്നീട് റെപ്പോസിറ്ററീസും കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെ മാനേജ് ചെയ്യാം. പൈപ്പ് ലൈൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പം ഓരോ തവണ റിലീസ് ചെയ്യുമ്പോഴും എല്ലാം നമുക്ക് ഇവിടെ തന്നെ കംപ്ലീറ്റ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ കംപ്ലീറ്റ് A to Z കാര്യങ്ങൾ നമുക്ക് CodeStarൽ നിന്ന് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് കാര്യങ്ങളും മോണിറ്റർ ചെയ്യാനും എല്ലാ കാര്യങ്ങളും സാധിക്കും. അപ്പോൾ ഇതാണ് CodeStar എന്ന് പറഞ്ഞൊരു സർവീസിൻ്റെ ഓവർവ്യൂ. പിന്നീട് നിങ്ങൾക്ക് കൂടുതൽ ഇതിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ ടെംപ്ലേറ്റ് ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അതിൻ്റെ എക്സാമ്പിൾസ് എല്ലാം ഡോക്യുമെൻറ്റേഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സെഷനിൽ കാണാം.